ഹായ്, അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ പോകട്ടെ. എന്താണ് അറിയുക, മുരിങ്ങയില ചമ്മന്തി അടിപൊളിയായി ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെ മുരിങ്ങയില പകുതിയൊക്കെ എടുത്ത് വെച്ചിട്ട് ചേരുവകളാണ് കേട്ടോ. അതൊക്കെ ഇടുമ്പോൾ പറയാം, കറക്റ്റായി പറയാൻ കിട്ടില്ല. എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, എണ്ണയിൽ ചെറിയ ഉള്ളിയിട്ട് സൂപ്പറായി വഴറ്റിയെടുക്കുക. ഓക്കെ, വഴറ്റിയെടുത്ത് അതിൽ കറിവേപ്പിലിട്ട് അതും വണക്കിയെടുക്കുക. സൂപ്പറായി ഇട്ടിട്ട് പിന്നെ മുളകില്ല, വറമുളക് ഇടുക. അളവിന് വറമുളക് ഇട്ട് സൂപ്പറായി വണക്കുക. പിന്നെ 3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് സൂപ്പറായി വണക്കി പിന്നെ ഉഴുന്ന്, ജീരകം, മല്ലിയൊക്കെ ഇട്ട് സൂപ്പറായി ഇളക്കിയെടുക്കട്ടെ. നന്നായി വറുത്തെടുത്ത് പിന്നെ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില അളവിനിട്ട് അതും വഴറ്റിയെടുക്കുക. പിന്നെയാണ് എടുത്ത് വെച്ച മുരിങ്ങയില ഇടാൻ പോകട്ടോ. മുരിങ്ങയിലയൊക്കെ ഫുള്ളായിട്ട് സൂപ്പറായി ഇടുന്നുണ്ട്. ഇട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെയാണ് വഴറ്റി ഒരു വിധം ചെറുതാകും കേട്ടോ. അതിൽ അരിഞ്ഞു വെച്ചതാ തേങ്ങയിട്ട് സൂപ്പറായി ഇളക്കുന്നുണ്ട്. പുളിയില്ലേ, അളവിന് പുളിയെടുത്ത് വാളം പുളിയാണ് ഇടുന്നത്. അതും വഴറ്റിയടിച്ച് ഉപ്പിട്ട് അതും ഇളക്കിയെടുക്കുക. മിക്സിയിലിട്ട് അടിച്ചാൽ സംഭവം ശരിയാട്ടാ. അതിലിതാ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പിലയായിട്ട് മുളകൊക്കെ ഇട്ട് ഇളക്കിയെടുത്താൽ സൂപ്പർ റെസിപ്പി ആയിട്ടാ. അതിൽ കൂടെ തൈര് ഒഴിച്ച് ചോറാണ് കഴിക്കാൻ പോകണ്ടാ. തൈര് ഒഴിച്ച് ചോറിൻ്റെ കൂടെ ചമ്മന്തി കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങയില ചമ്മന്തി തൈരും കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളതുവരെ മുരിങ്ങയില ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടാന്ന് പറയുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.